ഇന്ന് നാളെ ചന്തയിൽ രാവിലെ വിൽക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന് വിളവെടുത്തത്. ഇനി ഇത് വിളവെടുക്കാൻ ഇനിയുണ്ട്. ഇതെല്ലാം വിളവെടുക്കാൻ സമയമായി നിൽക്കുകയാണ്. ഈ വണ്ടിയിലാണ് ഞാൻ സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ വണ്ടി വരുന്നത് കാത്ത് ആളുകൾ എന്നെ കാത്തിങ്ങനെ നിൽക്കും. കൃഷി ചെയ്ത് വിളവെടുത്താൽ മാത്രം പോരാ, അത് മാർക്കറ്റ് ചെയ്യാനും അറിയണം. എങ്കിലേ കർഷകന് രക്ഷയുള്ളൂ. തിരുവനന്തപുരം മടവൂരിലെ യുവ കർഷകനായ ഷിബുവിന്റെ വാക്കുകളാണിത്. ഗൾഫ് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ ശേഷമാണ് ഇദ്ദേഹം കൃഷിയിലേക്ക് തിരിയുന്നത്. ഞാൻ 9 വർഷം സൗദി അറേബ്യയിൽ ജോലി നോക്കിയിട്ടിരിക്കുന്ന പ്രവാസിയായിരുന്നു. നിതാക്കത്ത് വന്ന് ജോലി നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് പിന്നെ ഞാൻ തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് പിന്നെ ഞാൻ കൃഷി തന്നെ തിരഞ്ഞെടുത്ത് കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. ഫുൾ ടൈം കർഷകനാണ്. ഈ 60 സെൻറ്റിലെ കൃഷി കൊണ്ട് തന്നെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. നമ്മുടെ ചിലവും കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. പിന്നെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നവർ കൃഷി നഷ്ടമെന്ന് പറയുന്നത് വെച്ചാൽ കൂടുതൽ ജോലിക്കാരുടെ ഇന്നത്തെ ശമ്പളം, അതുപോലെ തന്നെ മെയിനായിട്ട് ജോലിക്കാരുടെ ശമ്പളമാണ്. അപ്പോൾ നമ്മൾ ഈ ജോലി കൂടുതലും നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജോലിക്കാർക്ക് നമ്മുടെ ശമ്പളം കൊടുക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ലാഭം തന്നെയാണ്. എല്ലാ കർഷകരും നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ വിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു പ്രശ്നത്തിന് പരിഹരിച്ചുകൊണ്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ഞാൻ വിൽക്കുന്നത്. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള വിലയും കിട്ടുന്നുണ്ട്. നമ്മുടെ കൃഷി ലാഭകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തിൽ 3 സീസണിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഏകദേശം ഫുൾ ടൈം, അതായത് ഒരു കൃഷി കഴിഞ്ഞാൽ ഒരു 1.5 മാസത്തെ ഒരു ഗ്യാപ്പ്, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ സമയങ്ങളിലും നമുക്ക് പച്ചക്കറി ഉണ്ടാവും. അതുപോലെ ചീര, പയർ, സാലഡ്, കുക്കുംബർ, എല്ലാ സാധനവും, നമ്മുടെ മുളക്, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കൃഷി ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാൻ പാവൽ കൃഷി ചെയ്തിരിക്കുന്നത് പ്രീതി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല വിളവ് കിട്ടുന്നുണ്ട്. കുറച്ച് രോഗപ്രതിരോധ ശേഷിയുള്ള ഇനമാണ്. അതുകൊണ്ട് ഞാൻ പാവൽ എപ്പോഴും പ്രീതി എന്ന് പറയുന്ന ഇനം തന്നെയാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഇതിപ്പം വിളവെടുപ്പ് ആയി വരുന്നതേ ഉള്ളൂ. ഞാൻ പറിച്ച് തുടങ്ങിയതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ. ഇപ്പം നമുക്ക് ഈ ഏരിയയിൽ നിന്ന് ശരാശരി ഒരു 50 കിലോ 60 കിലോ പാവയ്ക്കൊക്കെ ഒരു ദിവസം നമുക്ക് പറിക്കാനായിട്ട് ഉണ്ടാവും. ഇപ്പോഴിപ്പോൾ നമ്മൾ വിളവെടുപ്പ് തുടങ്ങി വരുന്നേ ഉള്ളൂ. പാവയ്ക്കൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ പാവൽ കൃഷി ചെയ്യുമ്പോൾ പാവൽ നട്ടതിന് ശേഷം അതിൻ്റെ ഇടവിളയായിട്ട് ഞാൻ ചീര കൃഷി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് പച്ച ചീരയാണ്. ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് നമുക്ക് ചുവന്ന ചീര ഇലപ്പുള്ളി രോഗം കൂടുതലായിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ പച്ച ചീരയാണ് കൃഷി ചെയ്തിരിക്കുന്നത്.